ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശ്രീ പ്രദീപ് പന്ത് രചിച്ച ചിറാപൂഞ്ചി സെ ആയാ ഹൂം എന്ന യാത്രാവൃത്താണ്. അപ്പോൾ ഇതൊരു യാത്രാക്കുറിപ്പാണ്. ആദ്യം തന്നെ നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. പ്രദീപ് പന്ത് കാ ജന്മ 1941 में हल्द्वानी ജില്ല നൈനിതാൽ में हुआ. അപ്പം അദ്ദേഹം ജനിച്ചത് 1941 നൈനിതാലിലെ ഹൽദ്വാനി ജില്ലയിലാണ്. उनकी शिक्षा दीक्षा लखनऊ में हुई. അപ്പോൾ അദ്ദേഹം പഠിച്ചതൊക്കെ ലക്നൌവിലാണ്. उनकी प्रमुख रचनाएं है महामहिम, मैं गुट निरपेक्ष हूँ, सच के बहाने, मीडियाकार बनने के मजे, അതൊരു വ്യംഗ്യമാണ്. കുത്തേ കി മൗത്ത്, ആം ആദ്മി കാ ശവ്, ഏക് സെ ദൂസരി, അതൊക്കെ സ്റ്റോറീസാണ്. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഹിന്ദി संस्थान तथा हिंदी अकादमी दिल्ली ने उन्हें साहित्य भाषा तथा संस्कृति के क्षेत्र में उल्लेखनीय योगदान के लिए सम्मानित किया है. चिरापूंजी से आया हूँ. അപ്പം ചാപ്റ്ററിലോട്ട് കിടക്കാം. മേഘാലയ് യാനി ബാദലും കാ ഘർ. മേഘാലയ് എന്ന് പറഞ്ഞ വാക്കിന്റെ തന്നെ അർത്ഥം ബാദലും കാ ഘർ എന്നാണ്. ക്ലൗഡ്സിന്റെ വീട്, മേഘങ്ങളുടെ വീട്. ഓർ മേഘാലയ്ക്ക് രാജധാനി ഷിലോങ്. അപ്പോൾ മേഘാലയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഷിലോങ്. एक हरा भरा पर्वतीय नगर जहाँ हर वक्त बादल उमड़ते घुमड़ते रहते हैं. അപ്പം നല്ല പച്ചപ്പൊക്കെ ഉള്ള പർവ്വത നിരകളുള്ള ഒരു സ്ഥലമാണ് ഷിലോങ്, മേഘാലയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള. അവിടെ എപ്പോഴും ഇതുപോലെ തന്നെ മേഘങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ദൂർ ദൂർ തക് കहीं बर्फ का नाम नहीं, फिर भी अनायास बाबा नागार्जुन की कविता याद आ जाती है. അപ്പം അടുത്തൊന്നും പെട്ടെന്ന് നോക്കുമ്പോൾ സ്നോവോ അല്ലെങ്കിൽ മൂടൽ മഞ്ഞോ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നാഗാർജുൻ്റെ ഒരു കവിത കടന്നു വരികയാണ്, ഓർമ്മ വരികയാണ്. അമൽ ധവൽ ഗിരി കെ ശിഖറും പർ ബാദൽ കോ ഘിർത്തെ ദേക്ക. അപ്പോൾ അമൽ ധവൽ മൗണ്ടെയിൻ്റെ ടോപ്പിലായിട്ട് ബാദൽ കോ ഗിർത്തെ ദേക്ക, മേഘങ്ങൾ വന്ന് മൂടുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. इतना बड़ा स्वच्छ सुंदर पर्वतीय नगर अपने उत्तर भारत में കഹി നഹി ഹെ. അപ്പോൾ ഇത്രയും വലിയ, ഇത്രയും ക്ലീൻ ആയിട്ടുള്ള, ഇത്രയും ഭംഗിയുള്ള ഒരു പർവ്വതീയ നഗരം നോർത്ത് ഇന്ത്യയിൽ വേറെ എവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ആസി ഹരിതിമ ബി ഷായദ് ഹി കഹി ദേഖ്നെ കോ മിലെ. ഇത്രയും പച്ചപ്പൊക്കെ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് തന്നെ ഓഥറിന് സംശയമാണ്. ഷിലോങ് കാ മുഖ്യ ബാസാർ അൽമോഡ കെ ലാലാ ബസാർ സെ മിൽത്ത ജുൽത്ത ഹെ. അപ്പോൾ ഷിലോങ്ങിൻ്റെ മുഖ്യ ബാസാർ അൽമോഡ കെ ലാലാ ബാസാർ സെ മിൽത്ത ജുൽത്ത ഹെ. അൽമോഡയിലുള്ള ലാലാ ബാസാറിനായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള ഒന്നാണ്. സ്ത്രീ പുരുഷോ കെ ചെഹരെ നാക് നക്ഷ് ബി കുച്ച് കുച്ച് വൈസെ ഹി ഹെ. അപ്പം അവിടുത്തെ സ്ത്രീകളുടെയും അതുപോലെ തന്നെ പുരുഷന്മാരുടെയൊക്കെ മുഖവും ഏതാണ്ട് അതേപോലെ തന്നെയാണ്, सिमिलर ആണ്. लेकिन ना तो अल्मोड़ा का मौसम ही शिलोंग जैसा सुहाना है, ना अल्मोड़ा में शिलोंग जैसी हरितिमा. പക്ഷെ അൽമോഡയിലെ ക്ലൈമറ്റും ഷിലോങ് പോലെയല്ല, അതുപോലെ തന്നെ അൽമോഡയിൽ ഷിലോങ്ങിലുള്ള അത്രയും പച്ചപ്പൊന്നുമില്ല. और शिलोंग से चिरापूंजी की ओर जाता मार्ग दोनों और पहाड़ों और दरखास्तों से पटा पड़ा है. यह ऊंचा नीचा സർപ്പാകാർ രാസ്ത. അപ്പം ഷിലോങ്ങിൽ നിന്ന് ചിറാപൂഞ്ചിയിലേക്ക് പോകുന്ന ആ വഴി, അതിനെക്കുറിച്ചാണ് അടുത്തായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും മലകളും മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെയാണ്. യ ഊച്ച നീച്ച സർപ്പാകാർ രാസ്ത എന്ന് വെച്ചാൽ ഇങ്ങനെ കയറ്റവും ഇറക്കമൊക്കെ ഉള്ള ഒരു പാമ്പിനെ പോലെയുള്ള ഒരു വഴിയാണ്. അതുപോലെയാണ് കയറ്റവും ഇറക്കമുള്ളത്. രാസ്തേ കോ പാർ കർത്തെ ഹുए दिखाई पड़ते हैं बादल, बहती है सुहानी हवा और कभी कभी हो जाती है बूंदा बूंदी. അപ്പം ഈ വഴി ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവിടെ കാണുന്നതാണ് മേഘങ്ങൾ. അതുപോലെ തന്നെ ബഹത്തി ഹെ സുഹാനി ഹവ, നല്ല പ്ലസന്റ് ആയിട്ടുള്ള കാറ്റുണ്ടായിരിക്കും. ഓർ കബി കബി ഹോ ജാത്തി ഹെ ബൂന്ദാ ബൂന്തി, ചില സമയത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടാവും. ഹമാരി ജീപ്പ് ഷിലോങ് സെ 53 കിലോമീറ്റർ ദൂർ ചിറാപൂഞ്ചി की ओर बढ़ रही है. അപ്പോൾ ഇവർ പോകുന്ന ജീപ്പ് ഷിലോങ്ങിൽ നിന്ന് 53 കിലോമീറ്റർ ദൂരെ ചിറാപൂഞ്ചിയിലേക്ക് പോണ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. मेरे साथ राज्य के एक अधिकारी श्री संगमा और उनके
दो दोस्त बैठे हैं. അപ്പം ഓഥറിന്റെ ഒപ്പം രാജ്യത്തെ ഒരു അധികാരിയായിട്ടുള്ള സംഗമയുടെ രണ്ട് ഫ്രണ്ട്സും ഇരിക്കുന്നുണ്ട്. चलते हुए उन्होंने परिचय कराया था लेकिन मैं उनके नाम नहीं समझ सका. അപ്പം ആ കൂട്ടുകാരുടെ പേരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പേര് അദ്ദേഹത്തിന് മനസ്സിലായില്ല. मैं जीप के खिड़की बंद करते हुए संगमा से पूछता हूँ क्या साल भर यहाँ वर्षा होती रहती है. അങ്ങനെ സംഗമയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് അദ്ദേഹം, ഇവിടെ വർഷത്തിൽ മുഴുവൻ മഴ പെയ്യൂ എന്ന്. जी हाँ संगमा कहते हैं और पानी की चर्चा होने पर याद करते हुए से फिर कुछ रुक कर बताते हैं. അങ്ങനെ യെസ് എന്ന് പറയാണ്. എന്നിട്ട് സംഗമ കുറച്ചും കൂടി ആലോചിച്ചിട്ട് പറയാണ്, आपको जानकर ताजुब होगा कि मेघालय में खपत से ज्यादा पन बिजली का उत्पादन होता है. हम अतिरिक्त बिजली अन्य राज्यों को दे देते हैं. അപ്പം ഈ സംഗമ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. താജുബ് ഹോനാന്ന് വെച്ചാൽ സർപ്രൈസ്ഡ് ആവുക എന്നുള്ളതാണ്. മേഘാലയയിൽ അവർക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഇലക്ട്രിസിറ്റി അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹം അതിരിക്ത് ബിജ്ലി അന്യ രാജ്യം കോ ദേ ദേത്തെ ഹെ. എക്സ്ട്രാ വരുന്ന ഇലക്ട്രിസിറ്റി അവർ വേറെ സ്ഥലങ്ങളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ऐसा मैं सचमुच आश्चर्य से पूछता हूँ. അപ്പോൾ ഓഥർ ആണോ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. लेकिन वह कहते हैं आपको यह जानकर ताजुब होगा कि हमारे 50% से भी कम गाँवों में बिजली पहुँचती है. അപ്പം സംഗമ പറയാണ്, പക്ഷെ താങ്കൾക്ക് ഇത് കേൾക്കുമ്പോൾ വീണ്ടും അത്ഭുതം തോന്നും. ഈ ഒരു നാട്ടില് ഗ്രാമങ്ങളിൽ 50% വീടുകളിൽ മാത്രമേ ഇലക്ട്രിസിറ്റി എത്തുന്നുള്ളൂ എന്ന്. 50%-ലും കുറവേ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. मैं चकित हूँ संगमा से कारण जानना चाहता हूँ. അപ്പം ഓഥറാണെങ്കിൽ ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുക. എന്നിട്ട് എന്താണ് കാരണം എന്ന് സംഗമയുടെ അടുത്ത് ചോദിക്കണം. വ മുസ്കുരാते हुए कहते हैं यहाँ ज्यादातर भूभाग वन क्षेत्र और खनिज वस्तुएं वगैरह निजी हाथों में है, आदिवासियों के हाथों में. അപ്പൊ സംഗമ പറയാണ്, ചിരിച്ചുകൊണ്ട് പറയാണ്, ഈ നാട്ടിലെ മെജോറിറ്റി ലാൻഡ്, അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഖനിജ് എന്ന് പറഞ്ഞ മിനറൽസ്, ഇതെല്ലാം ആദിവാസികളുടെ കയ്യിലാണുള്ളത്. അഗർ ഉൻകെ ഇലാക്കെ മേ ബിജ്ലി ലേ ജാओ तो वो इस सुविधा का लाभ उठाने के बजाय सरकार से മുവാവ്സ മാങ്ങത്തെ ഹെ. അങ്ങനെ ഇവര് താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രിസിറ്റി കൊടുക്കാമെന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർക്ക് സൗകര്യം കൊടുക്കാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ആ ഒരു കാര്യം ഉപയോഗിക്കുന്നതിന് പകരം സർക്കാരിൻ്റെ അടുത്ത് അവർക്ക് അതിനു വേണ്ടി കോമ്പൻസേഷൻ കൊടുക്കാനാണ് അവർ പറയുക. മുവാവ്സ ദേനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കൊടുക്കാന്നുള്ളതാണ്. മുവാവ്സ കിസ് ചീസ് കാ मैं पूछता हूँ. കോമ്പൻസേഷനോ എന്ത് കാര്യത്തിന് എന്ന് ഓഥർ ചോദിച്ചു. സംഗമ समझाते हैं मान लीजिए सरकार गांवों तक बिजली पहुंचाने के लिए खंबे लगाना चाहती है. जिसकी जमीन पर ये खंबे लगेंगे वे लोग कहेंगे कि इनके एवज में हमें मुआवजा दिया जाए. अजीब तर्क है उनका कि बिजली लाने के लिए उनकी जमीन का इस्तेमाल किया जा रहा है. അപ്പോൾ സംഗമ ഇങ്ങനെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അസ്യൂം ചെയ്യും, സർക്കാർ ഇവരുടെ ഗ്രാമങ്ങളിലേക്കൊക്കെ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇലക്ട്രിക് പോസ്റ്റ് വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ ആദിവാസികളിലെ തന്നെ ആരുടെയെങ്കിലൊക്കെ വീടുകളിലായിരിക്കുമല്ലോ, വീടുകളിലല്ല അവരുടെയൊക്കെ സ്ഥലങ്ങളിലായിരിക്കുമല്ലോ ഈ പോസ്റ്റ് കുഴിച്ചിടുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ പറയും, അങ്ങനെ ചെയ്യണേന് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ, ഞങ്ങൾക്ക് പൈസ തരണമെന്ന്. अजीब तर्क है उनका कि बिजली लाने के लिए उनकी जमीन का इस्तेमाल किया जा रहा है. അപ്പം അവരൊരു വിചിത്രമായിട്ടുള്ള കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്, തർക്കിക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇലക്ട്രിസിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ജമീൻ, അവരുടെ ഭൂമി ഉപയോഗിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. സച്മുച്ച് അജീബ് തർക്ക് ഹെ സുൻകർ ഹസി ആത്തി ഹെ. അപ്പം ഇത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. और रहस्य समझ में आता है कि मेघालय में खपत से ज्यादा बिजली क्यों होती है. അപ്പം ഇത് കേൾക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് മേഘാലയയിൽ ആവശ്യത്തിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉള്ളതെന്ന് മനസ്സിലാവുന്നത്. और क्यों अतिरिक्त बिजली आसपास के राज्यों को दे दी जाती है. അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ അവർക്ക് മേഘാലയയിലുള്ളവർക്ക് പറ്റുന്നത് എന്ന് മനസ്സിലാവുന്നതും. वैसे यदि यहाँ सभी गांव बिजली से जगमगा उठे तो भी अतिरिक्त बिजली का उत्पादन होता रहेगा. പക്ഷെ ഇവിടുത്തെ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണെങ്കിലും ഇവർക്ക് സർപ്ലസ് ഇലക്ട്രിസിറ്റി ഉണ്ടാവാനുള്ള അത്രയും ഇലക്ട്രിസിറ്റി മേഘാലയയിൽ ഉണ്ട് എന്ന് പറയാണ്. हम पहाड़ों को निहारते हुए चिरापूंजी की ओर बढ़ रहे हैं. അപ്പം ഇവരാണെന്നുണ്ടെങ്കിൽ ഈ മൗണ്ടെയിൻസ് ഒക്കെ നോക്കി ഇങ്ങനെ ചിറാപുഞ്ചിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സടക് കെ ഉസ് പാർ പഹാടി കൊഹ
कोहरे से घिरी हुई है. അപ്പം റോഡിന്റെ അപ്പുറത്തെ എൻഡിൽ, ഓപ്പോസിറ്റ് എൻഡിൽ ഒരു മൗണ്ടെയിൻ ഉണ്ട്. അപ്പം അതൊക്കെ മഞ്ഞ് വന്ന് മൂടിക്കിടക്കാണ്. കുച്ച് നഹി ദിക്കായി ദേത്ത സിവ ധവൽ ഉജ്വൽ കുഹരേക്ക്. അപ്പം ഈ മൂടൽമഞ്ഞല്ലാതെ വേറെ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. യാ ഫിർ കഹി കഹി കൊഹരെ കോ ചീർത്തെ ഹുए कुछ ചോട്ടിയാ और വൃക്ഷ നസർ ആത്തെ ഹെ. ചില സ്ഥലങ്ങളിൽ ഈ മൂടൽമഞ്ഞിനെ ഭേദിച്ചുകൊണ്ട് കാണുന്ന മൗണ്ടെയിൻ്റെ പീക്കും അതുപോലെ തന്നെ കുറച്ച് മരങ്ങളെല്ലാം കാണുന്നുണ്ട്. തീൻ पर्वतीय अंचलों में बैठा हुआ है മേഘാലയ. 3 മൗണ്ടെയിൻസിന്റെ സോണിലാണ് ഈ മേഘാലയ ഉള്ളത്. എന്നിട്ട് ആ പർവ്വതങ്ങൾ ഏതാണെന്ന് പറയുന്നത്, ഖാസി പർവ്വത് ഉണ്ട്, ഗാരോ പർവ്വത്, അതുപോലെ തന്നെ ജയന്തിയ പർവ്വത്. और इन्हीं 3 पर्वतीय अंचलों से बने हैं 5 ജില്ല. അപ്പം 3 പർവ്വതങ്ങളുടെ ഇടയിലാണ് മേഘാലയ ഉള്ളത്. ഇനി ഈ 3 പർവ്വതത്തിൽ നിന്ന് 5 ജില്ലകളാണ് ഉള്ളത്. പൂർവി ഖാസി പർവ്വത് ജില്ല, പശ്ചിമി ഖാസി പർവ്വത് ജില്ല, പൂർവി ഗാരോ പർവ്വത് ജില്ല, പശ്ചിമി ഗാരോ പർവ്വത് ജില്ല और ജയന്തി പർവ്വത് ജില്ല. ഹർ അഞ്ചൽ की अपनी अलग संस्कृति है. അപ്പം ഓരോ സോണിലും, അഞ്ചൽ എന്ന് പറഞ്ഞാൽ ഓരോ സോൺ, ആ ഓരോ സോണിലും അവരുടേതായ കൾച്ചർ ഉണ്ട്, രീതി റിവാസ്, അവരുടേതായ റിച്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പർവ് ഉത്സവ്, പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്. ലേക്കിൻ ഹർ കഹി പാരിവാരിക് വ്യവസ്ഥ മാതൃ സത്താത്മക് है. ഭൂമി ധൻ സമ്പത്തി സബ് മാ സെ ബേട്ടി കോ മിൽത്തി है. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ സോൺസിൽ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിലും അവിടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മേട്രിയാർക്കൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഭൂമി, ധനം, ബാക്കി സ്വത്തുക്കൾ എല്ലാം അമ്മയിൽ നിന്ന് മകൾക്കാണ് കൊടുക്കുന്നത്. നോർമലി നമ്മൾ ജീവിക്കുന്നത് ഒരു പേട്രിയാർക്കൽ സിസ്റ്റത്തിലാണ്. കൂടുതലും ഇൻഹെറിറ്റൻസും കാര്യങ്ങളൊക്കെ അച്ഛൻ വഴിയാണ് വരുന്നത്. പക്ഷെ ഈ മേഘാലയയിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേട്രിയാർക്കലാണ്. അതിനെയാണ് മാതൃ സത്താത്മക് എന്ന് പറയുന്നത്. സ്ത്രീകൾക്കാണ് അവിടെ പവർ ഉണ്ടായിരിക്കുക. മാതൃ സത്താത്മക് व्यवस्था होने के कारण यहाँ नारी शोषण की वैसी घटनाएं नहीं होती जैसे कि देश के अन्य भागों में देखने सुनने को मिलती है. സംഗ്മ कहते हैं. അപ്പൊ സംഗ്മ പറയാണ്, ഇവിടെ ഈ മേട്രിയാർക്കൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ കേൾക്കുന്നത് പോലത്തെയുള്ള ചൂഷണങ്ങളും അങ്ങനത്തെ കേസുകളും പ്രശ്നങ്ങളൊക്കെ മേഘാലയയിൽ വളരെ കുറച്ചേ കേൾക്കാൻ പറ്റുള്ളൂ, റെയർ ആയിട്ടേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന്. സ്ത്രീ കാ യഹാ വർച്ചസ്വ ഹൈ, യഹ് എഹ്സാസ് गुहावाटी से मेघालय की सीमा में घुसने के साथ ही होने लगता है. അപ്പം ഗുഹാവാട്ടിന്ന് മേഘാലയക്ക് വരുമ്പോൾ തന്നെ ഇവിടെ സ്ത്രീകൾക്കാണ് സുപ്രീമസി ഉള്ളത്. വർച്ചസ്വം എന്ന് പറഞ്ഞാൽ അതാണ്, സ്ത്രീകൾക്കാണ് ഇവിടെ പവർ ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. തമാം ദുക്കാനോ पर സ്ത്രീയാ സौदा बेचती और बेहिचक बतियाती दिखाई देती है. ഇവിടുത്തെ കടകളിലൊക്കെ സ്ത്രീകളാണ് സാധനങ്ങൾ വിൽക്കുന്നത്. ഓർ ബേഹിച്ചക്, കുറച്ചുപോലെ ഹെസിറ്റേറ്റ് ചെയ്യാതെ, ഒട്ടും മടിയില്ലാതെ അവരവിടെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം. ഷിലോങ് മേ ബി ഉൻഹെ ദുക്കാനോ പർ ബാഠെ ദേഖാ ജാ സക്താ ഹെ. ഷിലോങ്ങിലും സ്ത്രീകൾ തന്നെയാണ് കടകളിലൊക്കെ ഇരിക്കുന്നത്. ഷായദ് കമോബേഷ് യഹ് സ്ഥിതി പൂർവോത്തർ കെ അന്യ രാജ്യോ മേ ബി ഹെ ഭലെ ഹി വഹാ മാതൃസത്താത്മക് പരിവാർ വ്യവസ്ഥ നാ ഹോ. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ പൂർവോത്തർ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിലൊക്കെ സ്ത്രീകൾക്ക് പവർ ഉണ്ട്. പക്ഷെ മേഘാലയത്തെ പോലെ അവര് മേട്രിയാർക്കൽ സിസ്റ്റം അല്ല ഫോളോ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ അതിൽ? അതായത് മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിൽ വേറെയും കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയും സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഈ സ്വത്ത് കൈമാറ്റമൊക്കെ അവിടുത്തെ മേട്രിയാർക്കൽ സിസ്റ്റം ആയിരിക്കണം എന്നില്ല എന്ന്. കുച്ച് സാൽ പെഹലെ മണിപ്പൂർ കി രാജധാനി ഇംഫാൽ മേ ഭി യഹി സബ് ദേഖാ താ. അപ്പോൾ കുറച്ചു കാലം മുന്നേ ഓദർ മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഇംഫാലിൽ പോയപ്പോഴും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്ത്രീയോ കാ ഏക് പൂരാ കാ പൂരാ ബാസാർ ഹി ഹെ വഹാൻ ജിസെ മായിത്തി ബസാർ कहते हैं, യാനി മാ കാ ബസാർ. മണിപ്പൂരിൽ സ്ത്രീകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു മാർക്കറ്റ് തന്നെ ഉണ്ട്. അതിനെ മായിത്തി ബസാർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാ കാ ബസാർ അമ്മമാർ നടത്തുന്നതാണ്, അതുകൊണ്ടാണ്. दिन दोपहर हुई नहीं कि सिर पर सब्जी, कपड़ों या अन्य सामान के टोकरे रखे स्त्रियां भी इस बाजार में आ पहुंचती है. അപ്പോൾ രാവിലെ നേരം വെളുക്കുന്ന സമയമാകുമ്പോഴേക്കും തന്നെ
സ്ത്രീകൾ ഇവിടെ വെജിറ്റബിൾസ് അതുപോലെ തന്നെ ക്ലോത്ത്സ് അങ്ങനെ പല പല സാധനങ്ങളും വിൽക്കാനായിട്ട് ഇങ്ങനെ ബാസ്ക്കറ്റും ചുമന്നിട്ട് വരും. ദിൻ ഭർ സാമാൻ കി ബിക്രി കർ ഷാം കോ അപ്നെ അപ്നെ ഘർ ലോട്ട് പഡ്തി ഹെ. അങ്ങനെ രാവിലെ ഫുൾ ഡേ അവരുടെ എല്ലാ സാധനങ്ങളും വിറ്റ് തീർത്തിട്ട് രാത്രി ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിൽ പോകും, വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിൽ പോകും. കിസി പ്രകാർ കാ വർഗഭേദ് नहीं, അവിടെ ഒരു വർഗഭേദമില്ല. यानी अमीर घरों की स्त्रियां भी इस माइती बाजार में मिल जाएंगी और गरीब घरों की स्त्रियां भी. അപ്പോൾ അവിടെ പാവപ്പെട്ടവനും അല്ല പൈസ ഉള്ള വീട്ടിലെയും സ്ത്രീകളെ ഈ ഒരു ബാസാറിൽ കാണാനായിട്ട് പറ്റും. और यह बाजार केवल इम्फाल में ही नहीं है, मणिपुर के हर नगर कस्बे गांव में है. वहाँ की संस्कृति का एक अटूट सिलसिला है. അപ്പോൾ ഇത്തരം ബാസാർ മാർക്കറ്റ് ഇംഫാലിൽ മാത്രമല്ല ഉള്ളത്, മണിപ്പൂരിലെ ഒരുവിധം എല്ലാ നഗരങ്ങളിലും എല്ലാ ജംഗ്ഷനിലും എല്ലാ ഗ്രാമങ്ങളിലും ഉള്ളതാണ്. അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള അട്ടൂട്ട് സിൽസില എന്ന് പറഞ്ഞൊരു അൺബ്രോക്കൺ ആയിട്ട് അത് കട്ടായി പോവാറില്ലേ, കുറെ ജനറേഷൻ ആയിട്ട് കുറെ കാലങ്ങളായിട്ട് ഒരു ചെയിൻ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഒരു കാര്യമാണത്. बड़ी दिलचस्प बात बताई थी इम्फाल में मिली एक महिला ने जो लखनऊ की रहने वाली थी और जिसका लखनऊ विश्वविद्यालय से विधि संकाय के एक मणिपुरी छात्र से പ്രേം ഹോ ഗയാ ഥാ. അങ്ങനെ വളരെ ദിൽചസ്പ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇംഫാലിൽ വെച്ചിട്ട് കണ്ട ഒരു സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഓദറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീ ആണെങ്കിൽ ലക്നൌവിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ വിധി സംഘായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലോ ഫാക്കൽറ്റിയിൽ പഠിച്ചിരുന്ന, ലോ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിരുന്ന ഒരു മണിപ്പൂരി സ്റ്റുഡന്റിനായിട്ട് ഈ സ്ത്രീ ഇഷ്ടത്തിലായി. എന്നിട്ട് യാ ഛാത്ര ശിക്ഷ പൂരി കർക്കെ ഇംഫാൽ ലോട്ടെ സമയ ഇസ് മഹിള കോ അപ്നി പത്നി ബനാക്കർ സാത്ത് ലേ ആയ. അപ്പം ഈ ഒരു സ്ത്രീനെ ഈ ഒരു സ്റ്റുഡന്റ് കോഴ്സ് കഴിഞ്ഞപ്പോൾ മണിപ്പൂരിലേക്ക് വിവാഹം കഴിച്ചിട്ട് കൊണ്ടുവന്നു. इस उत्तर भारतीय पत्नी ने जब अपनी सास को सवेरे सवेरे सिर पर टोकरा रखकर बाजार जाते देखा तो 1 दिन 2 दिन 3 दिन बीत जाने के बाद आखिर एक दिन उसे टोकरे के साथ सामान बेचने बाजार जाने से रोक दिया. അപ്പം ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പം ഇവിടെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഈ മദർ ഇൻ ലോ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഈ ബാസാറിലേക്ക് പോവാണ്. അപ്പം ആദ്യത്തെ ദിവസം ഒന്നും പറഞ്ഞില്ല, രണ്ടാമത്തെ ദിവസം ഒന്നും പറഞ്ഞില്ല, മൂന്നാമത്തെ ദിവസം ഒന്നും പറഞ്ഞില്ല. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാണ്ട് ഈ ഒരു പെൺകുട്ടി പറയാണ്, ഈ ബഹു സാസിന്റെ അടുത്ത് പറയാണ് പോണ്ട എന്നുള്ളത്. सास चेहरे पर उदासी लिए 2-4 दिन रुकी रही पर आखिर एक दिन वह फिर माइती बाजार की ओर चल ही दी. അങ്ങനെ അമ്മയ്ക്ക് വിഷമായി, കുറച്ചു ദിവസം പോവാതിരുന്നു. അതിനുശേഷം ഒരു 2-4 ദിവസം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ മാइती बाजाറിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. यह घटना धीरे धीरे सास बहू के बीच टकराव का कारण बन गई. അപ്പം ഇത് ഈ അമ്മായിമ്മയും മരുമകളും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണമാവാൻ വേണ്ടി തുടങ്ങി. अंततः एक दिन इस उत्तर भारतीय महिला के मणिपुरी पति ने उसे समझाया इसके पीछे कोई आर्थिक मजबूरी नहीं, माइती बाजार हमारी समाज व्यवस्था का, हमारी संस्कृति का सदियों पुराना अंग है. माँ को वहाँ जाने दो, उसे रोको नहीं. അങ്ങനെ ഇതൊരു പ്രശ്നമാവാന്ന് കണ്ടപ്പോൾ ഈ മകൻ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ്, ഈ നോർത്ത് ഇന്ത്യൻ സ്ത്രീയുടെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, അത് നമ്മളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനെ കാണിക്കുന്ന ഒരു കാര്യമല്ല. നമുക്കിപ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ല അമ്മ അത് ചെയ്യുന്നത്. മാइती ബസാർ എന്ന് പറയുന്നത് ഇവിടുത്തെ സമൂഹത്തിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ്. അത് ഇവിടുത്തെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ട്രഡീഷൻ പോലെ നടന്നു വരുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മോട് പോവണ്ടെന്ന് പറയണ്ട, അമ്മ പോയിക്കോട്ടെ എന്ന് പറയാണ്. ഇംഫാൽ के कांचीपुर में स्थित मणिपुर विश्वविद्यालय के हिंदी विभाग में आयोजित एक साहित्यिक सम्मेलन में मिली इस उत्तर भारतीय महिला ने हंसते हुए हम लोगों से कहा था, अगर आप लोग चाहें तो माइती बाजार में मेरी सास से आज शाम की सब्जी खरीद सकते हैं. അങ്ങനെ ഇംഫാലിലെ കാഞ്ചിപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മണിപ്പൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഹിന്ദി വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം, സാഹിത്യ സമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു നോർത്ത് ഇന്ത്യൻ സ്ത്രീനെ ഓദർ കാണുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീ പറയാണ് ഓദറിന്റെ അടുത്ത്, ഇന്ന് വൈകുന്നേരത്തെ വെജിറ്റബിൾസ് വേണമെങ്കിൽ മാइती ബസാറിൽ വന്നാൽ എൻ്റെ അമ്മ അവിടെ ഉണ്ടായിരിക്കും, എൻ്റെ മദർ ഇൻ ലോ അവിടെ ഉണ്ടായിരിക്കും. മദർ ഇൻ ലോന്റെ അടുത്ത്
അടുത്തുനിന്ന് വാങ്ങാം എന്ന് പറയാണ്. തമാശയിൽ ഇങ്ങനെ പറയാണ്, ലേക്കിൻ മണിപ്പൂർ മേ മഹിളാओं की स्थिति उतनी अच्छी नहीं है. പക്ഷെ മണിപ്പൂരിലെ സ്ത്രീകളുടെ അവസ്ഥ അത്ര നല്ലതല്ല. पुरुष का बहुविवाह करना आम बात है, कई बार स्टेटस सिंबल जैसा. जो पुरुष जितनी ज्यादा पत्नियां रख सकते हैं उसका समाज में उतना ही रुतबा है. മണിപ്പൂരിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സ്ത്രീകളുടെ അവസ്ഥ അവിടെ മോശമാണ്. കാരണം ആ നാട്ടിലെ പുരുഷന്മാര് ബഹുവിവാഹം ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൾച്ചറാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ സൊസൈറ്റി അങ്ങനത്തെയാണ്. പലപ്പോഴും ഒരു പുരുഷന് എത്ര വൈഫ് ഉണ്ട് എന്നുള്ളത് ആളുടെ സ്റ്റേറ്റസിനെ കാണിക്കുന്ന ഒന്നാണ്. രുത്ബ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പൊ എത്രയും കൂടുതൽ ഭാര്യമാരുണ്ടോ അത്രയും നല്ല ഇമേജ് ഉള്ള ഒരാളായിട്ട് സൊസൈറ്റിയിൽ ആ പുരുഷൻ മാറും എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അവിടെയുള്ള ആളുകൾക്ക് ഉള്ളത്. ഇസ് മാനേമേ മേഘാലയ की സ്ഥിതി ഭിന്ന है. പക്ഷെ ഈ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ആസ്പെക്റ്റില് മേഘാലയന്റെ കാര്യം വ്യത്യസ്തമാണ്. ക്യോंकि यहाँ മാതൃ സത്താത്മക പരിവാർ വ്യവസ്ഥ है, സംഗ്മ कहते हैं. എന്താണ് വ്യത്യാസം? ഇവിടെ മേട്രിയാർക്കൽ സിസ്റ്റം ആണ് ഉള്ളത്. और तभी एक मोड़ निकलने पर चिरापुंजी का छोटा सा बाजार दिखाई पड़ता है और इस बाजार में भी दुकानों पर बैठी है महिलाएं, फिर चाहे दुकान फल सब्जियों की हो या പാൻ ബീഡി സിഗരറ്റ് की. അങ്ങനെ ഒരു തിരുവിലെത്തുമ്പോൾ ചിറാപ്പുഞ്ചിയുടെ അവിടെ എത്താറായിട്ടുണ്ട്. ആ സ്ഥലത്ത് ഒരു ബാസാർ കാണും. അവിടെയുള്ള കടകളിലും സ്ത്രീകൾ തന്നെയാണ് ഇരിക്കുന്നത്. അതിപ്പോ എന്ത് ടൈപ്പ് കടകളായാലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും വിൽക്കുന്നതായാലും ഈവൻ ബീഡിയും സിഗരറ്റും മുറുക്കാനൊക്കെ കൊടുക്കുന്ന പാനൊക്കെ വിൽക്കുന്ന കടകളായാലും സ്ത്രീകൾ തന്നെയാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത്. ഹം ആകെ ബഡ് ജാത്തെ ഹെ. അങ്ങനെ ഇവർ മുന്നോട്ട് പോവാണ്. അബ് ആ ഗയാ ഹെ മോസ്മായി ഗാവ്. അടുത്തതായിട്ട് ഇവരെത്തി നിൽക്കുന്നത് മോസ്മായി ഗ്രാമത്തിലാണ്. കുച്ച് ആകെ ബഡ്കർ സംഗ്മാനെ ജീപ്പ് റുക്വാ ദി ഹെ. കുറച്ച് മുന്നോട്ട് പോയിട്ട് സംഗ്മ ജീപ്പ് നിർത്തുകയാണ്. ഹം സബ് നീച്ചെ ഉത്തർ ഗയേ ഹെ. ഇവരെല്ലാരും താഴെ ഇറങ്ങി. സാമനെ ദിഖായി പഡ് രഹാ ഹെ നോഹ് ശങ്തിയാങ് പ്രപാത് जो मोस्माई प्रपात के नाम से लोकप्रिय है. नो शंक्तियांग എന്ന് പറയുന്നത് ഒരു സ്ട്രീമാണ്. പ്രപാത് എന്ന് വെച്ചൊരു സ്ട്രീമാണ്, ഒരു അരുവി പോലെ. ജോ മസ്മായി പ്രപാത് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ രണ്ടും ഒരേ സ്ട്രീമിന്റെ തന്നെ രണ്ട് പേരുകളാണ്. പാസ് ഹി ഏക पर्यटक बस खड़ी है. അപ്പൊ അടുത്തൊരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. ഉസേ ഉത്തർക്കർ കുച്ച് ദക്ഷിൺ ഭാരതീയ ഇസ് അദ്ഭുത് പ്രപാത് കോ നിഹാർ രഹേ ഹെ. ആ ബസ്സിൽ നിന്ന് കുറച്ച് സൗത്ത് ഇന്ത്യൻസ് ഈ ഒരു സ്ട്രീം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, അത് ആസ്വദിക്കുന്നുണ്ട്. ഊച്ചെ പഹാഡ് സെ സൈക്കഡോ ഫുട്ട് നീച്ചെ പാനി ലഗാതാർ ബെരോക്ടോ ഗിർ രഹാ ഹെ. വളരെ ഹൈറ്റിലുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ബിറോക്ടോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ലഗാത്താർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. ഏതോ നല്ല പൊക്കത്തിലുള്ള നല്ല മുകളിലുള്ള ഒരുപാട് ഹൈറ്റിലുള്ള ഒരു പഹാഡ് നിന്നാണ്, ഒരു മൗണ്ടൈന്റെ ഭാഗത്തു നിന്നാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ജാനെ കബ് സെ കിतनी सदियों से इस प्रपात से पानी निरंतर झरता रहता है और കൽക്കൽ करता हुआ ബംഗ്ലാദേശ് की ओर चला जाता है. അപ്പൊ അദ്ദേഹം അങ്ങനെ വിചാരിക്കുകയാണ്, എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു സ്ട്രീമിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, ഈ ഒരു മൗണ്ടൈൻ ടോപ്പിൽ നിന്ന് ഈ സ്ട്രീം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കൽക്കൽ ശബ്ദം ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് ഇത് ബംഗ്ലാദേശിന്റെ അവിടേക്കാണ് ഒഴുകുന്നത് എന്ന്. ദേക്കിയെ സാമനെ രഹ ബംഗ്ലാദേശ്. അങ്ങനെ ഫ്രണ്ടിലുള്ളത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. സംഗ്മ കെ സാത്തിയോ മെസെ ഏക് കേത്ത ഹെ. സംഗ്മയുടെ കൂടുതലുള്ള ആളുകളിൽ ഒരാളാണ് പറയുന്നത്, ഹാലാക്കി സാമനെ ഹൽക്ക കോര ഹെ ലേക്കിൻ പാനി മേ ഡൂബാ ഹുവാ സ ബംഗ്ലാദേശ് കാ കുച്ച് मैदानी भाग नजर आ जाता है. അങ്ങനെ ഫ്രണ്ടിൽ മൂടൽമഞ്ഞാണ്, കാര്യമായിട്ടൊന്നും കാണാനില്ല, പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് അവർക്ക് ബംഗ്ലാദേശിന്റെ അത് കാണാനുണ്ട്, കുറച്ച് മൈതാനത്തിന്റെ ഭാഗങ്ങൾ കാണാനുണ്ട്. അബി അബി ജബ് ജീപ് സെ ഉത്തരേ थे हल्की धूप थी, अभी क्षण भर बाद ही बादल घिरे और हल्की हल्की वर्षा होने लगी है. ഇവര് ജീപ്പിൽ നിന്ന് ഇറങ്ങിയപ്പം വെയിലായിരുന്നു, പിന്നെ മേഘം വരാനായിട്ട് തുടങ്ങി, ഇപ്പൊ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. मैं संगमा के आगे अपना पुराना सवाल दोहराता हूँ. ഞാൻ സംഗ്മയുടെ അടുത്ത് എന്റെ പണ്ടത്തെ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. क्या साल भर यहाँ वर्षा होती रहती है? ത്രൂ ഔട്ട് ദി ഇയർ ഇവിടെ മഴ പെയ്യോ എന്നാണ് ക്വസ്റ്റ്യൻ. സംഗ്മ हंसते हुए कहते हैं, पंत साहब यह चिरापुंजी है. हाँ, ख्याल आया, यह चिरापुंजी है समुद्र की सतह से कोई 1300 मीटर ऊपर, जो विश्व में सबसे अधिक वर्षा वाले स्थान के लिए प्रसिद्ध है. അപ്പം സംഗ്മ മറുപടി പറഞ്ഞത്, പന്ത് സാഹബ് ഇത് ചിറാപൂഞ്ചി ആണ് എന്നാണ്. അപ്പോഴാണ് ഓഥറിന് ഓർമ്മ വന്നത്, ശരിയാണല്ലോ ഇത് ചിറാപൂഞ്ചി അല്ലേ. സമുദ്രക്ക് സത്തസ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ സർഫസിൽ നിന്ന്
1300 മീറ്റർ. 1300 മീറ്റർ എന്ന് പറഞ്ഞാൽ 1300 മീറ്റർ, അതായത് 1.3 കിലോമീറ്റർ മുകളിലായിട്ട് जो विश्व में सबसे अधिक वर्षा वाले स्थान के लिए प्रसिद्ध है. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമായിട്ട് അറിയപ്പെടുന്ന ചിറാപുഞ്ചി ആണല്ലോ ഇത് എന്ന് അദ്ദേഹം ആലോചിക്കുന്നത്. बहुत पहले पढ़ी एक कविता याद आ जाती है, चिरापुंजी से आया हूँ फिर भी प्यासा. അപ്പോൾ കുറെ പണ്ട് വായിച്ചിട്ടുള്ള ഒരു കവിത ഓർമ്മ വരികയാണ്. ചിറാപുഞ്ചിയിൽ നിന്നാണ് വരുന്നത്, പക്ഷെ എന്നാലും ദാഹിച്ചു വലഞ്ഞാണ് വരുന്നത് എന്ന്. हम लोग कभी कलकल छलछल करते प्रपात को निहार रहे हैं, कभी पानी से घिरे ദേശ് കെ ഭൂഭാഗ് കോ. അപ്പൊ ഇവര് ചില സമയത്താണെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ സ്ട്രീം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചില സമയത്ത് അവര് ഈ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഈ ഭൂമിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആസ്പാസ് ചായ് പാനി കി ദോ ചാർ ചോട്ടി ചോട്ടി ദുക്കാനേ ഹെ, ഹൽക്കി ഹൽക്കി ठंड लगने लगी है. പിന്നെ അടുത്ത് ചായയൊക്കെ കുടിക്കാനുള്ള കുറച്ച് കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവർക്ക് ചെറുതായിട്ട് ഇപ്പൊ തണുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഹം ലോഗോനെ സ്വെറ്റർ പെഹൻ ലിയേ ഹെ ഓർ ഏക് ദുകാൻ സെ ലേക്കർ ചായ് പീനെ ലഗേ ഹെ. അങ്ങനെ അവർ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഒരു കടയിൽ നിന്ന് ചായ കുടിക്കുകയാണ്. വർഷ ഫിർ ബന്ദ് ഹോ ഗയി ഹെ, ധൂപ് ഫിർ ഖിലായി ഹെ. അപ്പൊ മഴ നിന്നിട്ട് വീണ്ടും വെയിൽ വരെയാണ്. ഇസി തരഹ വർഷ ധൂപ് കൊഹരെ की लुका छिपी का खेल चलता रहता है यहाँ. जी हाँ, इस चिरापुंजी में खासी पर्वत श्रृंखलाओं के इस ശാന്ത് ഏകാന്ത സൗന്ദര്യ സ്ഥലമേ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടെയാണെങ്കിൽ ഈ മഴയും വെയിലും മേഘമൊക്കെ ഇങ്ങനെ വന്നിട്ട് മാറി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഹൈഡ് ആൻഡ് സീക്കാണ് ഇവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഇപ്പൊ ഇവര് നിൽക്കുന്നത്? ചിറാപൂഞ്ചിമേ ഖാസി പർവ്വത് ശൃംഖല കെ ഇസ് ശാന്ത് ഏകാന്ത സൗന്ദര്യ സ്ഥലമേ. मन करता है प्रपात को बस निहारते रहो, केवल निहारते ही ना रहो बल्कि उसके जल कणों को नजदीक से छू लो. അപ്പം ഈ സ്ട്രീം കണ്ട് അത് നോക്കിക്കൊണ്ടേയിരിക്കാൻ തോന്നുന്നു. നോക്കിക്കൊണ്ടിരിക്കുക മാത്രമല്ല അതിലെ ജലഗണങ്ങളെ അടുത്ത് പോയിട്ട് തൊടാനും തോന്നുന്നു. നസ്ദീക് ജാന എന്ന് പറഞ്ഞാൽ അടുത്ത് പോവുക, छूलेना तोड़ेगा. लेकिन नजदीक जाने का कोई रास्ता नहीं है और यह अच्छा ही है कि मेघालय सरकार ने इस प्रपात तक जाने का कोई रज्जू मार्ग नहीं बनाया. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീമിന്റെ അടുത്തേക്ക് പോയിട്ട് അതൊന്ന് തൊട്ടു നോക്കാൻ വഴിയൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറയാണ് ഒരു തരത്തിൽ നല്ല കാര്യമാണ് മേഘാലയ സർക്കാർ അതിന്റെ അടുത്തേക്ക് പോകാനായിട്ട് രജ്ജു മാർഗ് നെഹി ബനായ എന്ന് വെച്ചാൽ റോപ്പ് വേ, ഇങ്ങനെ കയറൊക്കെ വെച്ചിട്ട് പാലം പോലെ കെട്ടില്ലേ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതൊരു നല്ല കാര്യമാണ്. ബനായ ഹോത്താത്തോ पर्यटन स्थलों को कमाई के अड्डे में बदल देने वाले तथाकथित टूरिस्ट प्रमोटर इस अछूत प्राकृतिक सौंदर्य स्थल को नष्ट करने में कोई कसर न रख छोड़ते. അപ്പൊ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു റോപ്പ് വേ ഇട്ടിരുന്നെങ്കിൽ ഈ സ്ഥലത്തിനെ ടൂറിസ്റ്റ് സ്പോട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോട്ടേഴ്സ്, സോ കോൾഡ് ടൂറിസ്റ്റ് പ്രൊമോട്ടർ, തഥാകഥിത് എന്ന് വെച്ചാൽ സോ കോൾഡ് എന്നാണ്, അവര് ഈ ഭൂമിയിലെ മനുഷ്യന്മാരുടെ ഇന്റർവെൻഷൻ ഇല്ലാത്ത ഇത്രയും ഭംഗിയുള്ള ഈ ഒരു സ്ഥലത്തിനെ ടൂറിസ്റ്റ് സ്പോട്ടാക്കി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചാൻസും വിട്ട് കളയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉധർ ബംഗ്ലാദേശ് की तरफ भी अब कोहरा कुछ कम हो गया है. അപ്പോൾ ബംഗ്ലാദേശിന്റെ അവിടെ കവർ ചെയ്തിട്ടുള്ള മൂടൽമഞ്ഞ് മാറിയിരിക്കുന്നു. ബംഗ്ലാദേശ് का भूभाग अब कुछ ज्यादा स्पष्ट दिखाई पड़ रहा है और हम लोग अब जीप में बैठकर लौट रहे हैं. അപ്പം ബംഗ്ലാദേശിന്റെ ഭൂഭാഗമൊക്കെ ഇപ്പോൾ ഇവർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അവർ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ജീപ്പിൽ ഇരിക്കുകയാണ്. तभी एक स्थान पर जीप रुकती है, हम उतरते हैं. यह ऊंची पहाड़ी है, नीचे जंगल. संगमा दूर उस पार इशारा करते हुए कहते हैं, यह देखिए यहाँ से बांग्लादेश और साफ दिखाई दे रहा है. അങ്ങനെ ഇവര് ജീപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് ജീപ്പ് നിർത്തി അങ്ങനെ ഈ സംഗമ അങ്ങനെ ദൂരേക്ക് കാണിച്ചിട്ട് പറയാണ്, ഇത് നോക്ക്, ഇപ്പോൾ ബംഗ്ലാദേശ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എന്ന്. വ ബിൽക്കുൽ ठीक कह रहा है, इतना नजदीक है बांग्लादेश की, विमान से उड़ान भरी जाए तो 1 मिनट भी ना लगे वहां पहुंचने में. അപ്പോഴാണ് ഓദറിന് മനസ്സിലായത് ഇപ്പൊ അവർ നിൽക്കുന്ന സ്ഥലവും ബംഗ്ലാദേശും തമ്മിൽ വളരെ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ. ഒരു പ്ലെയിനിൽ എങ്ങാനും കയറിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്തുന്നു. വഹി പാനി മേ डूबा भूभाग, लेकिन इस बार बांग्लादेश के गांव की छतें तक സാഫ് ദിഖായി പട് രഹി ഹെ. അങ്ങനെ ബംഗ്ലാദേശിന്റെ ഭൂഭാഗം തന്നെയാണ് ഇപ്പോഴും കാണാനുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ അവരുടെ നാട്ടിലെ വീടുകളിന്റെ റൂഫൊക്കെ ഇപ്പൊ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബഗൽ മേ ഏക് ഗോലാകാർ വിശാൽ പത്ഥർ ഹെ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കല്ല് കിടക്കുന്നുണ്ട്.
സംഗ്മ ബതാത്തെ ഹെ യഹ് പ്രാകൃതിക് ശിവലിംഗ് ഹെ. അപ്പൊ സംഗ്മ അത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് നോക്ക്, ഇത് നാച്ചുറൽ ആയിട്ടുള്ള ശിവലിംഗാണ് എന്നുള്ളത്. फिर वह कुछ दूर पर वैसे ही एक अन्य शिवलिंग की ओर संकेत करते हैं. सचमुच प्रकृति का आश्चर्य है ये शिवलिंग. അങ്ങനെ സംഗ്മ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വേറൊരു കല്ലും കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതും ശിവലിംഗാണെന്ന്. അപ്പോൾ ഓദറിന് തോന്നുകയാണ് ശരിയാണ്, പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നാണ് ഈ ശിവലിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നിയത് കണ്ടപ്പോൾ. और आश्चर्य तो മൊസ്മായി ഗാവ് കി ഗുഫായെ ബി ഹെ. പിന്നെ ആശ്ചര്യം തോന്നിച്ച ഒരു കാര്യമാണ് ഈ ഗ്രാമത്തിലെ ഗുഹകൾ. ഗുഫായെ എന്ന് വെച്ചാൽ ഗുഹകളാണ്. ഹമാരി ജീപ്പ് ഇൻ ഗുഫാവും കി ഓർ ബഡ് രഹി ഹെ, തബി കുച്ച് ബच्चे ഹാത്തോ മേ ബിനാ ജലി മഷാലെ ലിയെ ദിക്തേ ഹെ. അങ്ങനെ ഇവരുടെ ജീപ്പ് ഈ ഗുഹയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് കുറച്ച് കുട്ടികൾ കയ്യിൽ കത്തിക്കാത്ത പന്തം ഇങ്ങനെ പിടിച്ചിട്ട് പോണ് കാണുന്നത്. ജീപ്പ് റുക്തി ഹെ, സംഗ്മ അപ്നി ഭാഷ മേ ഇൻ ഹസ്തെ ഖിൽഖിലാത്തെ ബच्चों से कुछ पूछते हैं, शायद यह कि एक മഷാൽ കിത്നെ കി ഹെ. അങ്ങനെ ഈ കുട്ടികളുടെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് സംഗ്മ കുട്ടികളോട് അവരുടെ ഭാഷയിൽ ഇങ്ങനെ എന്തോ ചോദിക്കുകയാണ്. ചോദിച്ചത് കേട്ടിട്ട് ഈ പന്തം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയാവും എന്നാണ് ചോദിച്ചത്. ബच्चे एक साथ उत्तर देते हैं और संगमा जेब से 2 रुपये के 2 नोट निकालकर उन्हें देते हैं और 2 മഷാലെ ले लेते हैं. അങ്ങനെ കുട്ടികൾ ചിരിച്ചിട്ട് ഒന്നിച്ച് ഇങ്ങനെ പറയാണ് അതിന്റെ വില. അങ്ങനെ അത് കേൾക്കുമ്പോൾ സംഗ്മയുടെ പോക്കറ്റിൽ നിന്ന് 2 രൂപയുടെ 2 നോട്ട് എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് 2 മഷാലെ 2 പന്തം വാങ്ങിക്കുകയാണ്. ये क्यों मैं पूछता हूँ, ഇതെന്തിനാ വാങ്ങിച്ചത് എന്ന് ഞാൻ ചോദിച്ചു എന്ന് പറയാണോ അത്. गुफाएं इतनी अंधेरी है कि आप मशाल या टॉर्च जलाए बिना उनमें प्रवेश नहीं कर सकते, संगमा का एक साथी कहता है. അങ്ങനെ സംഗ്മയുടെ ഒരു ഫ്രണ്ട് പറയാണ് ഈ ഗുഹകളിൽ അത്രയ്ക്ക് ഇരുട്ടാണ്, ഈ പന്തൊന്നും കത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഒന്നെങ്കിൽ പന്തം കത്തിക്കണം അല്ലെങ്കിൽ ടോർച്ച് കത്തിക്കണം. और हम गुफाओं के एकदम निकट पहुंच गए हैं. അപ്പോൾ ഇവര് ഗുഹയുടെ വളരെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നിക്കട്ട് പहुंचना വെച്ചാൽ അടുത്ത്. ദ്വാർ के पास ही अंधेरा है. ആ എൻട്രൻസിന്റെ അവിടെ തന്നെ ഇരുട്ടാണ്. അന്തർ തോ ജാനെ കിത്ന അന്ധേര ഹോഗ. അപ്പം അകത്ത് എത്രത്തോളം ഇരുട്ടായിരിക്കും എന്ന് അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുകയാണ്. ഹംനെ മഷാലെ ജലാ ലീ ഹെ. അപ്പൊ ഇവരാണെങ്കിൽ ഈ പന്തൊക്കെ കത്തിച്ചു. ഓർ ഹം ഗുഫാओं के अंदर आगे बढ़ रहे हैं. അങ്ങനെ ഇവര് ഗുഹയിലൂടെ മുന്നോട്ട് ഇങ്ങനെ കടന്നു പോവാണ്. അഗൽ ബഗൽ ऊपर नीचे पत्थर ही पत्थर. अभी ये पत्थर गिर पड़े तो हम लोगों का किसी को पता तक न चले. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുറെ കല്ലും പാറയൊക്കെയാണ്. ഈ സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവരെവിടെ പോയി എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. ലേക്കിൻ സംഗ്മ ബതാത്തെ ഹെ സദിയോं से ये गुफाएं इसी तरह है और दूर बहुत दूर तक चली गई है. അങ്ങനെ സംഗ്മ പറയാണ് കുറെ കാലങ്ങളായിട്ട് ഈ ഗുഹകളൊക്കെ ഇതുപോലെ തന്നെയാണുള്ളത്. ഇത് ലോങ് ആയിട്ടുള്ള ഒരു വഴിയാണ്. कहीं कोई छेड़छाड़ नहीं की गई है. इन प्राकृतिक गुफाओं के साथ जैसी थी वैसी ही रहने दिया गया है. അപ്പം ഇതില് ഛേഡ്ഛാഡ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പം മോണ്യുമെന്റ്സ് ഒക്കെ നശിപ്പിക്കില്ലേ ചില ആളുകൾ പോയിട്ട്, അങ്ങനെ ഈ ഗുഹകളിലൊന്നും പ്രത്യേകിച്ച് ആരും അവരുടെ കൈ കടത്തിയിട്ടില്ല. ഈ ഗുഹകളൊക്കെ നാച്ചുറലി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഹം ലോഗ് കുച്ച് ദൂർ ജാക്കർ ലോട്ട് പഠിത്തേ ഹെ ജൈസെ കിസി ആശ്ചര്യ ലോക് സെ ലോട്ട് രഹേ ഹെ. അങ്ങനെ ഇവർ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരികയാണ്, ഒരു ആശ്ചര്യം തോന്നിപ്പിക്കുന്ന ഒരു ലോകത്ത് പോയിട്ട് തിരിച്ചു വന്നതുപോലെ. മഷാലെ അബി ബി ജൽ രഹി ഹെ ഹംനെ ഉനെ ബുജാക്കർ ഏക് തരഫ് ഫേക്ക് ദിയാ ഹെ. അപ്പം ഇപ്പോഴും ആ പന്തം കത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവരത് കെടുത്തിയിട്ട് അതിനൊരു സൈഡിലേക്ക് വലിച്ച് എറിഞ്ഞു. സംഗ്മ ബതാത്തെ ഹെ യേ ഗുഫായേ ഗാവ് വാലോं की अपनी संपत्ति है. അപ്പൊ സംഗ്മ പറയാണ് ഈ ഗുഹകളൊക്കെ ഈ ഗ്രാമത്തിലെ ആളുകളുടെ സ്വത്താണ്. ലേക്കിൻ ഗാവ് വാലോं ने इन्हें देखने के लिए टिकट नहीं लगाया है. बस गांव के बच्चे मशाले बेचकर 8-10 रुपये रोज कमा लेते हैं. ടൂറിസ്റ്റ് സീസൺ മേ ആംദനി ജറൂർ കുച്ച് ബഡ് ജാത്തി ഹെ. അപ്പം ആളുകളുടെ സ്വത്താന്ന് വിചാരിച്ചിട്ട് അവര് ഇവിടെ വരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ടിക്കറ്റിന് പൈസ ഒന്നും ചാർജ് ചെയ്യുന്നില്ല. ഈ ഗ്രാമത്തിലെ കുട്ടികൾ ടൂറിസ്റ്റിനെ കാണുമ്പം ഈ പന്തൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുമല്ലോ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടുന്ന കുറച്ച് പൈസ ഉണ്ട്, ഒരു 8-10 രൂപ. അതാണ് അവരുടെ ഒരു ഇൻകം എന്ന് പറയുന്നത്. ടൂറിസ്റ്റ് സീസൺ ആവുന്ന സമയത്ത് അവരുടെ ഇൻകം കൂടും. ആംദനി എന്ന് വെച്ചാൽ ഇൻകം എന്നാണ്. अब हम लोग शिलोंग की तरफ लौट रहे हैं. आते समय सड़क के उस पार जो पहाड़ कोहरे में छिपे हुए थे वे अब साफ दिखाई पड़ रहे हैं. അപ്പോൾ ഇവര് ഇപ്പം
ഷിലോങ്ങിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇങ്ങോട്ട് ചിറാപൂഞ്ചിക്ക് വരുന്ന വഴിക്ക് മഞ്ഞ് മൂടിക്കിടന്ന മലകളൊക്കെ ഇല്ലേ, മൗണ്ടെയിൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പൊ ഇവർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കൊഹര ഛട്ട് ഗയാ ഹെ, അപ്പം മൂടൽമഞ്ഞൊക്കെ പോയിരിക്കുന്നു. പഹാഡോ സെ ബഹത്തെ ഹുए एक के बगल एक दर्जन भर झरने नजर आ रहे हैं. അപ്പൊ ഈ മൗണ്ടെയിൻസിന്റെ മുകളിൽ നിന്ന് ഒഴുകുന്ന കുറേ തരം അരുവികൾ ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഡസനോളം ഉള്ള അരുവികൾ. झरनों से गिरते पानी का संगीत चारों ओर गूंज रहा है. അപ്പം ഈ സ്ട്രീംസിൽ നിന്നൊക്കെ വീഴുന്ന വെള്ളത്തിന്റെ ശബ്ദം ചുറ്റും ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഗീത് ഓർ ദില്ലി ബൊംബൈ കി സഡ്ക്കോ കെ ഷോർ മേ അന്തർ ഹെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവിടെ ഉള്ള ഈ സ്ട്രീംസിന്റെ സംഗീതത്തിൽ നിന്നും എന്തൊരു ഡിഫറെന്റ് ആണ് ഡൽഹിയിലും മുംബൈയിലൊക്കെ ഉള്ള റോഡിലെ ഷോർ എന്ന് പറഞ്ഞാൽ നോയ്സ് എന്നല്ലേ. സംഗീത് ഓർ ഷോർ മേ തോ അന്തർ ഹോത്താ ഹി ഹെ. അപ്പം മ്യൂസിക്കും അതുപോലെ തന്നെ നോയ്സും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. पर यदि सैकड़ों फुट ऊपर से गिरते पानी की आवाज को शोर भी कहा जाए तो इस शोर और दिल्ली बम्बई की सड़कों पर ഭാഗ്തെ വാഹനോ കെ ഷോർ മേ അന്തർ ഹെ. അപ്പൊ അദ്ദേഹം പറയാണ്, ഒരുപാട് ദൂരത്തു നിന്ന് ഇങ്ങനെ വീഴുന്ന, ഒരുപാട് ഹൈറ്റിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ ശബ്ദത്തിനെ നോയ്സ് എന്ന് വിശേഷിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഈ നോയ്സും ഡൽഹിയിലും ബോംബെയിലും ഉള്ള ട്രാഫിക്കിന്റെ ശബ്ദവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന്. അന്തർ എന്ന് വെച്ചാൽ ഡിഫറൻസ് ആണ്. മൻ കർത്താ ഹെ झरनों के इस शोर और संगीत में सदा सदा के लिए खो जाओ लेकिन चाहते हुए भी संभव नहीं है. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ അരുവികളുടെ ഒക്കെ ഈ ശബ്ദത്തിൽ ഇങ്ങനെ ലയിച്ച് ഇവിടെ നിൽക്കാനാണ്. പക്ഷെ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, അത് സംഭവിക്കില്ലല്ലോ, അത് സാധ്യമല്ലല്ലോ എന്ന് ഇങ്ങനെ അദ്ദേഹം തന്നെ വിചാരിക്കുകയാണ്. അഗ്ലേ ദിൻ ദില്ലി ലോട്ട്ന ഹെ ഏക് മഹാനഗർ ജോ മഹാനഗർ കം ഓർ മഹാ കസ്ബ അധിക് ഹെ. അപ്പോൾ അടുത്ത ദിവസം അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം. അതൊരു മഹാനഗരല്ല, ഒരു വലിയ ജംഗ്ഷൻ പോലത്തെ കണ്ടീഷനിലാണുള്ളത്. ജിസെ ഹം റോസ് ജാനെ കിतनी बार कोसते हैं लेकिन अपने ही फैलाए जाल में फंसकर जहां रहने के लिए हम अभिशिप्त है. അപ്പൊ അദ്ദേഹം പറയുന്നത്, നമ്മൾ ഒരു ദിവസത്തിൽ ആ ഒരു നഗരത്തിന് എത്രയോ പ്രാവശ്യം കോസ്നാന്ന് വെച്ചാല് കുറ്റപ്പെടുത്തുക, പ്രാഗ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. പക്ഷെ നമ്മളുടെ തന്നെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഒരു മായാജാലം കാരണം ആ സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി ശപിക്കപ്പെട്ടവരാണല്ലോ എന്ന്. അഭിഷിപ്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അക്കേല मैं ही नहीं तमाम लोग जो देश के कोने कोने से आकर दिल्ली की भीड़ में खो गए हैं अपनी पहचान गवा बैठे हैं. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ മാത്രല്ല, ഈ രാജ്യത്തിന്റെ പല കോണിൽ നിന്നും വന്നിട്ട് അവിടെ ജീവിക്കുന്ന ആളുകളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. അവരവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിയിട്ടാണ് ഡൽഹിയിൽ ജീവിക്കുന്നത് എന്ന്. പെഹച്ചാൻ ഗവാന എന്ന് വെച്ചാൽ അതാണ്, ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുക. ഉൻകെ പാസ് അപ്ന കെഹനെ കോ ബസ് കേവൽ അപ്ന നാം ഹി ഹെ. അവരുടെ അടുത്ത് സ്വന്തം എന്ന് പറയാൻ അവരുടെ പേര് മാത്രമേ ഉള്ളൂ. ധർത്തി ഓർ ആകാശ് സെ പ്രകൃതി ഓർ ഉസ്കെ ആശ്ചര്യോ സെ ഉൻകാ സമ്പർക്ക് മാനോ ഭംഗ് ഹോ ഗയാ ഹെ. അപ്പോൾ അവരുടെ ബന്ധം ഭൂമിയും ആകാശവും ആയിട്ടോ പ്രകൃതിയിലെ ആശ്ചര്യങ്ങളോ ആയിട്ടോ ഒന്നും അവർക്കില്ല. ആ ഒരു കണക്ഷൻ അവരുടെ അടുത്തുനിന്ന് ബ്രേക്കായി പോയതുപോലെയാണ്. ഹം ലോഗ് ഫിർ വഹി ഊച്ചി നീച്ചി സർപ്പാക്കാർ സഡ്ക്കോ പർ ഹെ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഉയർച്ചയും താഴ്ചയുള്ള ഈ ഒരു സർപ്പം പോലെ സ്നേക്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഈ റോഡിലാണുള്ളത്. ദോനോ തരഫ് കബി പഹാഡ് ആത്തെ ഹെ തോ കബി സപ്പാട്ട്. രണ്ട് സൈഡിലും ചില സമയത്ത് പഹാഡ് വരും, മൗണ്ടെയിൻസ് വരും, ചില സൈഡിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് വരും. സപ്പാട്ട് എന്ന് വെച്ചാൽ അതാണ്. ഹരി ഭരി ജമീൻ ഖാസി പഹാഡ് കെ ലോഗോं की जमीन जिस पर उन्होंने खेती की हुई है. അങ്ങനെ പച്ചപ്പുള്ള ഭൂമിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഖാസി പഹാഡ് കെ ലോഗോं की जमीन, ഖാസി മൗണ്ടെയിൻ്റെ അവിടെയുള്ള ആളുകളുടെ സ്ഥലമാണത്, ഭൂമിയാണത്. ജിസ് പർ ഉൻഹോനെ ഖേത്തി കി ഹുയി ഹെ. എവിടെയാണോ അവർ കൃഷി ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു യാത്രാവൃത്തം അവസാനിക്കുന്നത് കേട്ടോ. അപ്പം നെക്സ്റ്റ് ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. സാരാംശ്. चिरापूंजी में आया हूँ प्रदीप पंत द्वारा लिखा गया एक यात्रा वृत्त है जिसका शीर्षक लेखक ने एक कविता से लिया है. चिरापूंजी से आया हूँ फिर भी प्यासा. ചിറാപൂഞ്ചി മേ ആയാ ഹൂ എന്ന് പറയുന്നത് പ്രദീപ് പന്തിൻ്റെ ഒരു യാത്രാവൃത്താണ്, ഒരു യാത്രാക്കുറിപ്പാണ്. ഈ ഒരു യാത്രാക്കുറിപ്പിൻ്റെ ശീർഷകം, ടൈറ്റില് അദ്ദേഹം ചിറാപൂഞ്ചി സെ ആയാ ഹൂ ഫിർ ബി പ്യാസ എന്ന് പറയുന്ന ഒരു പോയത്തിൻ്റെ വരികളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്.
किसी व्यक्ति के लिए यह स्थिति अत्यंत विडंबनापूर्ण लगेगा कि दुनिया में सबसे ज्यादा वर्षा मिलने वाले क्षेत्र से लौटकर भी आदमी प्यासा रहता है. यह कविता चिरापूंजी का सफर करते वक्त लेखक को याद आई. അപ്പം ആർക്കായാലും ഇത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുക. വിഡംബനാപൂർണ്ണം എന്ന് വെച്ചാൽ അതാണ്, വിരോധാഭാസം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് തോന്നുക. കാരണം ചിറാപൂഞ്ചി എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ നിന്ന് വരുന്ന ഒരാൾ ദാഹിച്ചു വലഞ്ഞാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിറാപൂഞ്ചിയുടെ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ കവിത ഓർമ്മ വരികയാണ്. मेघालय की यात्रा करते हुए वहाँ के प्राकृतिक सौंदर्य तथा सामाजिक स्थितियों मातृ प्रधान समाज ने लेखक को खूब प्रभावित किया. അങ്ങനെ മേഘാലയയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രകൃതിയുടെ സൗന്ദര്യവും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, സൊസൈറ്റിയിലെ രീതികൾ, ഇതെല്ലാം പ്രത്യേകിച്ച് അവിടുത്തെ മേട്രിയാർക്കൽ സിസ്റ്റം അദ്ദേഹത്തെ വല്ലാതെ ഇംപ്രസ് ചെയ്തു. പ്രഭാവിത് കർണ എന്ന് വെച്ചാൽ അതാണ്. कहना तो पड़ेगा ही कि मेघालय के बारे में लेखक का सरस वर्णन पढ़ते वक्त हम भी अभिभूत हो जाते हैं. അപ്പം സമ്മറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേഖകൻ മേഘാലയെ കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ അത്രയും നല്ല രീതിയിൽ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളും സന്തോഷം കൊണ്ട് ഓവർവെൽംഡ് ആവും എന്നുള്ളതാണ്. അഭിഭൂത് ഹോ ജാന എന്ന് വെച്ചാൽ അതാണ്. प्राकृतिक सौंदर्य से युक्त जगह होने के साथ साथ मेघालय की खास विशेषता यह है कि यहाँ खपन से ज़्यादा पन बिजली का उत्पादन होता है. अतिरिक्त बिजली अन्य राज्यों को दे दी जाती है, पर विरोधाभास यह है कि मेघालय के सभी घरों में बिजली नहीं पहुंच पाई है. यहाँ का भूभाग, वन क्षेत्र, खनिज आदि निजी हाथों में है. അപ്പം അദ്ദേഹം പറയുന്നത് പ്രാകൃതിക് സൗന്ദര്യ സെ യുക്ത ജഗ ഹോനെ കെ സാത്ത് സാത്ത്, പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണെങ്കിൽ കൂടിയിട്ടും അതിനോടൊപ്പം തന്നെ മേഘാലയ കി ഖാസ് വിശേഷത, മേഘാലയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ആവശ്യത്തിലധികം ബിജ്ലി, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വേറെ സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേഘാലയത്തിൽ ഇത്രയും അധികം ഇലക്ട്രിസിറ്റി ഉണ്ടായിട്ടും അവിടുത്തെ ഒരു 50% വീടുകളിൽ പോലും പ്രോപ്പറായിട്ട് ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അവിടുത്തെ ഭൂമിയും വനവും അതുപോലെ തന്നെ മിനറൽ റിസോഴ്സും എല്ലാം ആദിവാസികളുടെ കയ്യിലാണ് എന്നുള്ളതാണ്. मेघालय क्षेत्र की प्राकृतिक सुंदरता अप्रतिम है, साथ ही वहाँ की पारिवारिक व्यवस्था मात्र सत्तात्मक का है. संपत्ति पर स्त्री का अधिकार है. समाज के हर क्षेत्र में स्त्री का वर्चस्व है. इसलिए ही मेघालय में स्त्री उत्पीड़न की वैसी घटनाएं सुनने को नहीं मिलती जैसे कि देश की अन्य जगहों में है. പിന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ മാതൃസത്താത്മക രീതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേട്രിയാർക്കൽ സിസ്റ്റം. അപ്പോൾ അവിടെ സ്വത്തും സമ്പത്തൊക്കെ കൈമാറുന്നത് സ്ത്രീകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ കേൾക്കുന്നത് പോലെ സ്ത്രീകളെ ചൂഷണം ചെയ്യുക എന്നുള്ള ആ ഒരു രീതി, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മേഘാലയയിൽ കുറവാണ്. मेघालय में स्त्री का वर्चस्व देखकर लेखक को मणिपुर की माइती बाजार की याद आती है. मणिपुर का एक बाजार है माइती बाजार, यानी माँ का बाजार. यहाँ दुकानों में महिलाएं ही महिलाएं हैं. ऊंच नीच भेदभाव के बिना यहाँ सौदा बेचने के लिए स्त्रियों ने दुकानें खोल रखी है. पर स्त्री का अधिकार होने के बावजूद मणिपुर में पुरुषों की बहुविवाह प्रथा സ്ത്രീയും के लिए दुख का विषय है. മേഘാലയയിൽ പോയപ്പം അദ്ദേഹത്തിന് മണിപ്പൂരിലെ മായിത്തി മാർക്കറ്റ് ഓർമ്മ വരികയാണ്. മായിത്തി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അമ്മമാരുടെ ബാസാർ എന്നാണ്. അപ്പം അവിടുത്തെ എല്ലാ കാര്യങ്ങളും സ്ത്രീകളാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ ഊച്ച് നീച്ച് വ്യത്യാസം ഇല്ലാതെ, പൈസ ഉള്ള വീട്ടിലാണോ ഇല്ലാത്തതാണോ എന്ന് വ്യത്യാസം ഇല്ലാതെ തന്നെ സ്ത്രീകൾ വന്നിട്ട് അവിടെ കച്ചവടം ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും इसके बावजूद മണിപ്പൂർ में पुरुषों की बहुविवाह प्रथा स्त्रियों के लिए दुख का विषय है. മണിപ്പൂരിൽ പുരുഷന്മാർ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന ആ ഒരു രീതി സ്ത്രീകളിൽ വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ്. മേഘാലയ की प्राकृतिक सुंदरता में वन क्षेत्र, झरने, जलप्रपात तथा सुंदर पर्वत श्रृंखलाएं हैं. മേഘാലയയുടെ പ്രകൃതി സൗന്ദര്യത്തിൽ എന്തൊക്കെയാണുള്ളത്? വനങ്ങളുണ്ട്, സ്ട്രീംസ് ഉണ്ട്, ജൽപ്രപാത് തഥാ സുന്ദർ പർവ്വത് ശൃംഖലായേ ഹെ.
വെള്ളച്ചാട്ടങ്ങളും അതുകൂടാതെ ഒരുപാട് പർവ്വത നിരകളും എല്ലാം ഉണ്ട്. യഹി സെ ബംഗ്ലാദേശ് ബി ദിഖായി പड़ता है. അവിടുന്ന് ബംഗ്ലാദേശും കാണാം. संसार की सर्वाधिक वर्षा यही होती है. झूम खेती यही की विशेषता है. यहाँ के मौसमाई गांव की गुफाओं का संरक्षण गांव वाले खुद करते हैं. गुफाओं के दर्शन करने के लिए आने वाले सैलानियों से वे पैसे नहीं लेते. गुफाओं के अंदर अंधेरा है जहां जाने के लिए गांव के बच्चे मशाल लेकर आते हैं और सैलानियों को बेचते हैं. ऐसे प्राकृतिक सौंदर्य से भरपूर जगह से लौटते वक्त लेखक के मन में आता है कि यहाँ से वापस उन्हें दिल्ली जाना है जहाँ भीड़ है, प्रदूषण है. അങ്ങനെ അവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നു. പിന്നെ മൊസ്മായി ഗ്രാമത്തിൽ പോയതും അവിടുത്തെ ഗുഹയിൽ പോയതും. അപ്പോൾ ആ ഗുഹയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടുത്തെ നാട്ടുകാരുടെ സമ്പത്താണ്. പക്ഷെ അവിടെ ആളുകൾ അത് സന്ദർശിക്കാൻ വരുമ്പോൾ ഒരിക്കലും ആ നാട്ടിലെ ആളുകൾ അതിന് വേണ്ടിയിട്ട് വിസിറ്റിംഗ് ചാർജസ് ഒന്നും വാങ്ങിക്കാറില്ല. അതിനു പകരം ഗ്രാമത്തിലെ കുട്ടികൾ ഈ ആളുകൾക്ക് ഗുഹയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് കാണാൻ വേണ്ടിയിട്ട് മശാലെ പന്തൊക്കെ വിൽക്കും. അപ്പോൾ അത് കത്തിച്ചിട്ട് ആളുകൾക്ക് ഗുഹയുടെ ഉൾഭാഗം പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഈ പ്രകൃതി സൗന്ദര്യവും ഈ ജനങ്ങളും ഈ ഗ്രാമങ്ങളും എല്ലാം കണ്ടതിന് ശേഷം, എല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം ലേഖകൻ ആലോചിക്കുകയാണ്, ഞാൻ അടുത്ത ദിവസം തിരിച്ച് ഡൽഹിക്ക് പോകണമല്ലോ, അവിടെ പ്രകൃതി സൗന്ദര്യത്തിന് പകരം പൊല്യൂഷനും തിരക്കുമാണല്ലോ ഉള്ളത് എന്ന്. അപ്പം അത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.